ലോകചരിത്രം എന്ന കാലപ്രവാഹത്തെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനങ്ങളെയും കാലക്രമത്തെയും കോർത്തിണക്കി ജിയോ ഹിസ്റ്റഗ്രാം ഉപയോഗിച്ച് 7000 BCE മുതൽ 2000 CE വരെയുള്ള മനുഷ്യചരിത്രത്തിലെ ചില പ്രധാന വികാസ പരിണാമങ്ങളെ കാണിക്കുന്നു. ശിലായുഗ കാലഘട്ടം BCE 7000 മുതൽ BCE 3000 വരെ. ശിലായുഗത്തിൽ മനുഷ്യൻ കല്ലുകൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിക്കാൻ പഠിച്ചു. പ്രകൃതിയോട് പൊരുതിക്കൊണ്ട് ഗുഹകളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്കുള്ള മാറ്റവും കൃഷിയുടെ ആരംഭവും ഇക്കാലത്താണ് സംഭവിച്ചത്. പുരാതന നാഗരികതകൾ BCE 3000 മുതൽ BCE 1000 വരെ. ഈ കാലഘട്ടത്തിൽ നദീതടങ്ങൾ കേന്ദ്രീകരിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ നാഗരികതകൾ ഉടലെടുത്തു. മെസൊപ്പൊട്ടാമിയയിലെ സുമേർ, ബാബിലോൺ, അസീറിയൻ സംസ്കാരങ്ങളും നൈൽ നദീതടത്തിലെ ഈജിപ്ഷ്യൻ സംസ്കാരവും പുരാതന നാഗരിക കാലത്തെ അടയാളപ്പെടുത്തുന്നു. ഇതേസമയം തന്നെ ഭാരതത്തിൽ സിന്ധു നദീതട സംസ്കാരവും ചൈനയിൽ ഷാങ് വംശവും അമേരിക്കൻ വൻകരയിൽ ഒൽമെക് സംസ്കാരവും മാനവ സംസ്കൃതിക്ക് അടിത്തറ പാകി. ക്ലാസിക്കൽ യുഗവും സാമ്രാജ്യങ്ങളുടെ വികാസവും BCE 1000 മുതൽ CE 500 വരെ. ക്ലാസിക്കൽ കാലഘട്ടത്തിൽ ഗോത്രസംസ്കാരങ്ങൾ വലിയ സാമ്രാജ്യങ്ങളായി രൂപാന്തരപ്പെട്ടു. യൂറോപ്പിൽ ഗ്രീക്ക്, റോമൻ സാമ്രാജ്യങ്ങൾ ഭരണക്രമത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ പശ്ചിമേഷ്യയിൽ പേർഷ്യൻ, പാർത്തിയൻ, സസാനിയൻ ശക്തികൾ നിലയുറപ്പിച്ചു. അതേസമയം തന്നെ ഭാരതത്തിൽ മൗര്യ, ഗുപ്ത, കുഷാൻ സാമ്രാജ്യങ്ങൾ ശക്തി പ്രാപിച്ചപ്പോൾ ചൈനയെ ഏകീകരിച്ച ഹാൻ വംശം അവിടെ വളർന്നു. മധ്യകാലഘട്ടവും സാംസ്കാരിക വിനിമയവും CE 500 മുതൽ CE 1500 വരെ. റോമൻ സാമ്രാജ്യത്തിന്റെ പതനത്തിനു ശേഷം ബൈസന്റൈൻ സാമ്രാജ്യവും ഇസ്ലാമിക ഖലീഫത്തുകളും പിന്നീട് ഒട്ടോമൻ സാമ്രാജ്യവും പ്രധാന ശക്തികളായി മാറി. ആഫ്രിക്കയിൽ ഗാന, മാലി, സൊഹായ എന്നീ സാമ്രാജ്യങ്ങൾ നിലനിന്നിരുന്നു. ഏഷ്യയിൽ ടാങ്, യുവാൻ, മംഗോൾ, മിങ്, ശ്രീവിജയ വംശങ്ങൾ തുടങ്ങിയവർ ഭരണം നടത്തി. ഭാരതത്തിൽ ഡൽഹി സുൽത്താനേറ്റുകൾ അധികാരത്തിലെത്തി. ഇതേസമയം അമേരിക്കൻ വൻകരകളിൽ മായ, ആസ്ടെക്, ഇങ്ക എന്നീ സംസ്കാരങ്ങൾ ഔന്നത്യത്തിലെത്തി. ആധുനിക യുഗവും ആഗോള ശക്തികളും CE 1500 മുതൽ CE 2000 വരെ. CE 1500-കൾക്ക് ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ അധിനിവേശത്തിലൂടെ ലോകമെമ്പാടും വ്യാപിച്ചു. ഭാരതത്തിൽ മുഗൾ ഭരണവും ഇറാനിൽ സഫാവിഡ് ഭരണവും ഈ കാലത്തായിരുന്നു. 19ാം നൂറ്റാണ്ടോടെ ജപ്പാൻ വൻശക്തിയായും റഷ്യ വലിയ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും വളർന്നു. ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ സാന്നിധ്യം ഇക്കാലത്തും നിലനിന്നു. 20ാം നൂറ്റാണ്ടിൽ അമേരിക്കൻ ഐക്യനാടുകൾ, സോവിയറ്റ് യൂണിയൻ, ആധുനിക ചൈന എന്നിവർ ആഗോളക്രമത്തെ നിയന്ത്രിക്കുന്ന പ്രധാന ശക്തികളായി മാറി. ലോകചരിത്രം എന്നത് കേവലം അധികാരത്തിന്റെ കഥയല്ല, മറിച്ച് സഹസ്രാബ്ദങ്ങളിലൂടെയുള്ള കാലപ്രവാഹമാണ്. വിവിധ വംശങ്ങളും സാമ്രാജ്യങ്ങളും സംസ്കാരങ്ങളും തമ്മിൽ ബന്ധപ്പെടുകയും വളരുകയും ഒടുവിൽ അസ്തമിക്കുകയും ചെയ്യുന്നത് ചരിത്രത്തിന്റെ അതിശയകരമായ ഗതിവിഗതികളാണ് തെളിയിക്കുന്നത്.